ഇപ്പോൾ ഈ മൊബൈലിൻ്റെ വേറെ പ്രശ്നം ആൾക്കാർക്ക് സിവിക് സെൻസ് കുറയുന്നൊരു പ്രശ്നമുണ്ട്. ഈ മൊബൈലിൽ എല്ലാ സാധനവും കിട്ടുന്ന കാരണം ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ട്രെയിൻ ആവട്ടെ, ഒരു പബ്ലിക് പ്ലേസ് ആവട്ടെ, എന്തിന് ഹോസ്പിറ്റലിൽ പോലും ആവട്ടെ, ഒരു ഹെഡ്ഫോൺ വെക്കാതെ ഉറക്കെയാണ് ഈ ഈ ആൾക്കാർ കേൾക്കുന്നത്. എൻ്റെ ചീത്ത വന്നത് സോറി. അപ്പോൾ പലപ്പോഴും നമ്മളിത് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഒരു ട്രെയിനിൽ. അപ്പോൾ ഇവരോട് കുറയ്ക്കാൻ പറഞ്ഞാൽ ഇവരുടെ ഭാവം എന്തായത്, ഇവരുടെ ഒരു ഫോണാണ്, ഇവർക്ക് സൗണ്ടിൽ വെക്കാം. ഈ ആൾക്കാരുടെ എമ്പതിയും കൂടെ കുറയണം ഇതിൻ്റെ ഒപ്പം. അല്ല, മൊബൈൽ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് നമ്മളധികം ആലോചിക്കുന്നില്ല. പുറത്തൊക്കെ കുറച്ചുകൂടെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോഡ് എറ്റിക്കറ്റ് പോലെയൊക്കെ തന്നെ ആണ് മൊബൈൽ എറ്റിക്കറ്റിനെയും വെക്കുന്നത്. കാരണം ഏത് സാഹചര്യമാണെന്നൊന്നും നോക്കാതെ മൊബൈൽ റിംഗ് ടോൺ അടിക്കും, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഉറക്കെ സംസാരിക്കും, മരണ വീടാണോ എന്ന് നോക്കില്ല, ഇതൊന്നും നോക്കാതെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു എറ്റിക്കറ്റ് വളരെ പ്രധാനമാണ്. വി ഗെറ്റ് അവേ വിത്ത് ദിസ് ബാഡ് ഹാബിറ്റ് എന്നുള്ളതാണ്. അതൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ ഇനി? അതെ, സ്കൂളുകളിൽ തന്നെ ഡിജിറ്റൽ ഡിസിപ്ലിൻ വളരെ മസ്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത്, ഇപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്നല്ലേ? ഒരു കാരണവശാലും സ്ക്രീൻ പാടില്ല എന്ന് പറയുന്നത്. മാക്സിമം ഉപയോഗിക്കാവുന്നത് ഒരു ഫാമിലി മീറ്റിംഗ്. ഇപ്പം അച്ഛൻ ഗൾഫിലാണ്, ആഴ്ചയിലൊരിക്കൽ വിളിക്കുന്നു, അപ്പോൾ ആ ഒരു വീഡിയോ കോളിൽ കുട്ടിയായിട്ട് ഇച്ചിരി സൊറ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ കൊടുക്കുക എന്നല്ലാതെ 2 വയസ്സിൽ താഴെ പാടില്ല എന്നാണ് പറയുന്നത്.